മനുഷ്യൻ്റെ ഭാഗത്ത് നിൽക്കുന്നവർക്കെല്ലാം സത്യം, നീതി, ശരി ഇതിൻ്റെയൊക്കെ ഭാഗത്ത് നിൽക്കുന്നവർക്കെല്ലാം സ്വാഗതമുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി ഇതിൻ്റെ മുറ്റത്ത് വെച്ച് മുടങ്ങാതെ എല്ലാ മാസവും രാഷ്ട്രീയമല്ലാത്ത ഒരു കലാ സാംസ്കാരിക അടക്കമുള്ള പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാകാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ടിട്ട പാർട്ടിയാണ്. വോട്ട്, സീറ്റ്, അധികാരം അത് മാത്രം ചിന്തിക്കുന്ന പാർട്ടിയല്ല. അതെല്ലാം പാർട്ടിക്ക് പ്രധാനമാണ്. പക്ഷെ അതിനപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും കലയുടെ, സംസ്കാരത്തിൻ്റെ, ജീവിതത്തിൻ്റെ, മനുഷ്യൻ്റെ എല്ലാം ഭാഗത്ത് അചഞ്ചലമായി നിൽക്കാൻ പ്രോത്സാഹിക്കപ്പെടുന്ന പാർട്ടിയാണ്. ഈ പാർട്ടിയുടെ ആരംഭകാലം മുതൽ CPI ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. PC ജോഷിയാണ് നിർണായകമായ കാലത്ത് കമ്മ്യൂണിസ്റ്റ് ജനറൽ സെക്രട്ടറി. PC ജോഷി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ചരിത്രത്തിലെ ഏറ്റവും പ്രതിഭാശാലിയായ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മുൻകൈയിലാണ് ചരിത്രമെന്ന് പറയുന്ന രാജ്യമെന്ന് ഓർക്കുന്ന ഒരുപാട് വലിയ മഹാരഥന്മാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇറ്റ അടക്കമുള്ള സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്ക് രൂപം കൊടുത്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ എല്ലാം പുറകിൽ നിന്നും എല്ലാം കീഴ്പ്പെടുത്താൻ വേണ്ടിയല്ല, എല്ലാത്തിൻ്റെ കൂടെ വെക്കാൻ വേണ്ടി പാട്ട്, സാഹിത്യം, നാടകം, അഭിനയം, സിനിമ എന്ന് വേണ്ട മനുഷ്യൻ്റെ എല്ലാ സർഗവാസനയെയും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉൾക്കൊള്ളാനേ കഴിയുമെന്ന് PC ജോഷി പാർട്ടിയെ പഠിപ്പിച്ച പാഠമാണ്. ഋതുരാജാനന്ദും, അബ്ബാസും, ബലാസാഹരിയും തുടങ്ങി എത്രയോ വലിയ വലിയ പേരുകൾ ഇന്ത്യൻ കലകൾ, സംസ്കാരം, സാഹിത്യം, പാട്ട്, സംഗീതം, നാടകം, സിനിമ അതെല്ലാം തുടങ്ങിയ കാലത്തേക്ക് നോക്കുമ്പോൾ ഒന്നും മറന്നുകൂടാത്ത എല്ലാ മഹത്തായ പേരുകളും ഇറ്റയുടെ ഭാഗമായി വളർന്നു വന്നവരാണ്. ഇറ്റ എന്ന അക്ഷരങ്ങൾ ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ, അത് ഇതിൻ്റെ പുറകിൽ PC ജോഷിയുടെ ഭാവനയുണ്ടായിരുന്നു. അതുപോലെ PWA പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ പുരോഗമന സാഹിത്യത്തിൻ്റെ കുടിക്കോറയാണ് ഇന്ന് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള പ്രസ്ഥാനം. അതിൻ്റെ എല്ലാം പിറകിൽ നിൽക്കാനും അതിൻ്റെ എല്ലാം പിന്നണിയിലെ ശക്തിയെ നിൽക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ആ കാലഘട്ടം പറയുമായിരുന്നു. ഒന്നും നേടാൻ വേണ്ടിയല്ല, ഒന്നിനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയല്ല, എല്ലാത്തിൻ്റെയും കൂടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. അത് പോരാട്ട വീരത്തിന് ഉത്തേജനം പോലും സൗന്ദര്യം പോലെ ആ കാഴ്ചപ്പാടാണ് പാർട്ടി നയിച്ചത്. അതിൻ്റെ പദവിയിലൂടെ പോകാനാണ് CPI ശ്രമിക്കുന്നത്. ഒരുപാട് പൊതുകാലത്തേക്കാൻ പോകുന്നില്ല. കേരളത്തിലും പാർട്ടി തന്നെയാണ് KPSC അടക്കമുള്ള സാംസ്കാരിക നവോത്ഥാനത്തിൻ്റെ എല്ലാ മഹത്തായ ദീപസ്തംഭങ്ങളെയും കെട്ടിപ്പടുത്തത്. ഇതെല്ലാമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ പാർട്ടിയുടെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ട് എങ്ങനെ വോട്ട് പിടിക്കാം, അധികാരം പിടിക്കാം, ആ ചർച്ച മാത്രമല്ല. ഈ പാർട്ടി അതിൻ്റെ കൂടെ തന്നെ മനുഷ്യരിലേക്ക് എങ്ങനെ സ്നേഹത്തിൻ്റെ മൂല്യങ്ങൾ എത്തിക്കാം, നന്മകളൊപ്പം ചിന്തിക്കാൻ എങ്ങനെ സഹായിക്കാം, മനുഷ്യരെ സുഖത്തിലും ദുഃഖത്തിലും അവർക്കൊപ്പം നിൽക്കാൻ എങ്ങനെ പാർട്ടിക്ക് കഴിയും. ഇത്തരം ചിന്തകളും ഈ പാർട്ടിയിൽ ഒന്നുമുണ്ടായിട്ടുണ്ട്. ഇവിടെ കാണുന്ന എല്ലാ ചിത്രങ്ങളും അറിയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരാണെന്ന്, എന്താണെന്ന്. ഇഷ്ടമുള്ള അച്യുതാനന്ദൻ, EMS ആണ്.
പാർട്ടി ബന്ധിച്ചപ്പോൾ EMS CPI വിട്ടുപോയ സഖാവാണ്. CPI EMSനെ മറക്കില്ല, ആ പാരമ്പര്യം മറക്കില്ല. ആ നിലയിൽ നിസ്സംശയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു സ്ഥാനമുണ്ടാകുന്നത് EMSന്. അതാണ് CPI. ഈ വലിയ മനസ്സാണ് CPIയുടെ. അതുകൊണ്ട് ഇടുങ്ങിയതൊന്നും CPIക്ക് സ്വീകാര്യമല്ല. അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ, ബോധത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ, ബുദ്ധിയുടെ എല്ലാം വിശാലമായ ചക്രവാളങ്ങളാണ് CPIക്ക് വേണ്ടത്. അതുകൊണ്ടാണ് പാർട്ടിക്ക് തോന്നിയത് ഈ പുതിയ ഓഫീസ് കാനം രാജേന്ദ്രൻ്റെ ഭാവനയിലാണ് ഈ ഓഫീസ് ഉണ്ടായത്. ഈ ഓഫീസിൻ്റെ ഏറ്റവും വലിയ ഭംഗി ഞങ്ങൾ പറയുന്നത് ആ പുൽത്തകടിയാണെന്നാണ്. ആ പുൽത്തകടിയിൽ എല്ലാ വൈകുന്നേരങ്ങളിലും ആൾക്കാർ വന്നിരിക്കാൻ ഞങ്ങൾ പറയുന്നുണ്ട്. വിലക്കില്ലാത്ത മനുഷ്യരെ സ്നേഹിക്കുന്നവർക്കെല്ലാം ഇടമുള്ള സ്ഥലമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസ്. നല്ല വെയിലുള്ള വൈകുന്നേരങ്ങളിൽ വെയിലൊക്കെ മാറിക്കഴിയുമ്പോൾ നിങ്ങളെല്ലാം ശ്രമിക്കാറുണ്ടോടൊപ്പം ഇരിക്കാൻ കുറച്ച് നേരം. ഇരിക്കുമ്പോൾ ഒരു പുതിയ ശക്തി വരും, സന്തോഷം വരും, ഒരു കുളിർമയുണ്ടാകും മനസ്സിൽ. അതെല്ലാം വേണമെന്ന് ചിന്തിക്കുന്ന പാർട്ടിയാണ് CPI. അതിൻ്റെ ഭാഗമായിട്ടാണ് പാർട്ടി ചിന്തിച്ചത് നമ്മളൊന്ന് എന്ന പേരിൽ എല്ലാവരെയും കൂട്ടിക്കിടക്കുന്ന ഒരു പരിപാടി ഒരിക്കൽ നടത്തിക്കാൻ വേണ്ടിയല്ല, മുടങ്ങിപ്പോകാതെ എല്ലാ മാസവും നടക്കണം. അതിനെ പാർട്ടി ആരംഭിച്ചതാണ് ഈ പഴയ പ്രതിരോധ പരിപാടി. നമ്മളൊന്ന് തുടങ്ങിയത് വ്യക്തിഘട്ടത്തിൻ്റെയും അതുപോലെ തന്നെ സലീൽ ചൗധരിയുടെയും അടക്കമുള്ളവരുടെ ഒരു ശതാബ്ദി വർഷമാണിത്. ഈ വർഷത്തിൽ അവരുടെ എല്ലാം ഗാനങ്ങളെ പുറത്തിറക്കിയ ഒരു സംഗീത പരിപാടിയുടെ ആരംഭം. ഒരുപാട് വാദ്യഘോഷങ്ങളില്ല, പാട്ടിൻ്റെ സാഹിത്യം കേൾക്കാനാകാത്ത വിധം ശബ്ദഘോഷമുണ്ടാക്കി സംഗീതത്തെയും പാട്ടിനെയും കൊല്ലുന്ന ഏർപ്പാട് ഇതുണ്ടാവുകയില്ല. അത്യാവശ്യം വേണ്ട ഒന്നോ രണ്ടോ ഉപകരണം മാത്രമായി പാർട്ടിക്ക് ബന്ധമുള്ള ഒരു സംഘം ചെറുപ്പക്കാർ അന്നിവിടെ പാടി. അതായിരുന്നു ആരംഭം. പിന്നെ ഒരിക്കൽ ഇവിടെ തുഷാർ ഗാന്ധി എത്തി. മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ